സബ് സഹാറൻ ആഫ്രിക്കയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന ഇപ്പോഴും കൊല്ലുന്ന ഒരു ചോര കൂടിയ നീച്ചയുണ്ട്. മനുഷ്യർക്ക് ഉറക്കരോഗം പിടിപ്പിച്ച് കൊല്ലുന്നവർ. പകൽ പെടുന്നതിന് ഉറക്കം വരും, രാത്രി ഒട്ടും ഉറങ്ങാൻ കഴിയാതാവും. ഈ രോഗം നമ്മുടെ സിർക്കാഡിയൻ ഋതം താറുമാറാക്കി നമുക്കുള്ളിലെ ബയോളജിക്കൽ ക്ലോക്ക് അലങ്കോലമാക്കും. എന്തൊരവസ്ഥയായിരിക്കും അത് എന്ന് സങ്കല്പിച്ചു നോക്കൂ. പല ഗുരുതര ലക്ഷണങ്ങളിലൂടെ അത് പിന്നെ കൈവിട്ടു പോകും, കോമയിലാകും, നല്ല ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും. അതെ, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ട്രിപ്പണോസോമിയാസിസ് എന്ന രോഗം. സെസിഫ്ലൈ എന്നു പേരുള്ള ഒരിനം ചോരകുടിയൻ ഈച്ചകളാണ് ഈ രോഗം പരത്തുന്നത്. ഇവയുടെ കടിയിലൂടെയാണ് ഈ രോഗത്തിന് കാരണമായ ഏകകോശ ജീവിയായ പരാത പ്രോട്ടോസോവ ട്രിപ്പണോസോമ ബ്രൂസി നമ്മെപ്പോലെ, അതുപോലെ കന്നുകാലികളെ പോലെയുള്ള നട്ടെല്ലുള്ള ജീവികളുടെ രക്തത്തിലെത്തുന്നത്. മനുഷ്യരെയല്ല, ആദ്യം ആഫ്രിക്കയിലെ കന്നുകാലികളെയായിരുന്നു ഈ രോഗം കൊന്നൊടുക്കിയിരുന്നത്. ലക്ഷക്കണക്കിന് പശുക്കൾ, കാളകൾ, പന്നികൾ ഒക്കെ ഈ രോഗം പിടിപെട്ട് ചത്തുപോയി. സെൻട്രൽ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലൊടിച്ചത് ഈ രോഗമാണ്, ഈ ഈച്ചയാണ്. മൃഗങ്ങളിൽ വരുന്ന ഈ രോഗത്തിന് നാഗിന എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ആഫ്രിക്കയിൽ ഈ രോഗമുണ്ടായിരുന്നു. 3.5 കോടി വർഷം മുമ്പായിരിക്കും സെസി ഈച്ചകൾ പരിണമിച്ചുണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആഫ്രിക്കയിലെ വന്യസസ്തനീനങ്ങളിൽ ഈ ഈച്ചകളിലൂടെ വളരെ കാലം മുമ്പേ തന്നെ ഈ പരാത പ്രോട്ടോസോവകൾ കയറിയിട്ടുണ്ടാകും. എങ്കിലും നീണ്ട കാലത്തെ ലക്ഷക്കണക്കിന് വർഷത്തെ സഹവാസം മൂലം ആഫ്രിക്കയിലെ പല വന്യമൃഗങ്ങളിലും ഇവ ഉള്ളിലെത്തിയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ പരിണാമം സംഭവിച്ചു. അല്ലെങ്കിൽ ഈ രോഗത്തോട് പ്രതിരോധം ആർജിച്ചവ മാത്രം അതിജീവിച്ച് പരിണമിച്ച് ബാക്കിയായി. അതുപോലെ സബ് സഹാറൻ പ്രദേശത്തെ മൃഗങ്ങളുടെ മാത്രമല്ല, മനുഷ്യരുടെയും പരിണാമം ഈ ആഫ്രിക്കൻ ട്രിപ്പണോസോമുകളുമായിട്ടുള്ള നിരന്തര ഇടപെടലുകളിലൂടെ കൂടിയും ആണ് സംഭവിച്ചത്.